ഐവാ സിൽക്സ്, കാസർഗോഡ്, കാഞ്ഞങ്ങാട്, മാംഗ്ലൂർ. ജ്യോതിരാദിത്യ, നിങ്ങൾ വെറുമൊരു രാജകുമാരനാണ്. പക്ഷെ കമൽനാഥ് അതല്ല. അദ്ദേഹം രാഷ്ട്രീയത്തിലെ രാജാവാണ്, രാഷ്ട്രീയത്തിലെ ചാണക്യനാണ്. അതുകൊണ്ടാണ് മധ്യപ്രദേശിലെ BJP സർക്കാരിനെ മലർത്തിയടിച്ച് ഭരണം തിരിച്ചു കൊണ്ടുവരാൻ അദ്ദേഹത്തിന് സാധിച്ചത്. കൂടെ നിങ്ങളും ഉണ്ടായിരുന്നു എന്നുള്ളത് ശരി തന്നെയാണ്. പക്ഷേ പരസ്പരമുള്ള അഭിപ്രായ വ്യത്യാസത്തിൻ്റെ പേരിൽ 18 വർഷം പ്രവർത്തിച്ച സ്വന്തം അച്ഛൻ്റെ പാരമ്പര്യമുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെ ഒരു സുപ്രധാന നിമിഷത്തിൽ, ഒരു പുലർച്ചയിൽ ഒറ്റുകൊടുക്കുന്നത് ശരിയല്ല എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം. ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ അത് മധ്യപ്രദേശിലെ കോൺഗ്രസിന് ആശ്വാസമുണ്ടാക്കുന്ന വാർത്തകൾ തന്നെയാണ്. ജ്യോതിരാദിത്യ സിന്ധ്യ വളരെ ശക്തമായ നീക്കങ്ങൾ തന്നെയാണ് ഒരു പുലർച്ചയിൽ നടത്തിയത്. 2 വിമാനങ്ങളിലായിട്ട് 19ഓളം വരുന്ന MLA-മാരെ ബംഗളൂരുവിൽ എത്തിക്കുന്നു. BJP ഭരിക്കുന്ന കർണാടകയായതുകൊണ്ട് തന്നെ അവിടെ തൻ്റെ കീഴിലുള്ള MLA-മാർ സുരക്ഷിതമായിരിക്കുമെന്ന് ജ്യോതിരാദിത്യ സിന്ധ്യ വിലയിരുത്തുന്നു. അദ്ദേഹം അതിനുശേഷം മോദിയെ കാണുന്നു, അമിത്ഷയെ കാണുന്നു. കോൺഗ്രസിൽ നിന്ന് രാജിവെച്ചതായി അദ്ദേഹം ട്വീറ്റ് ചെയ്യുന്നു. ഒടുവിൽ താൻ BJP-യിലേക്കെന്ന് പരസ്യമായി പ്രസ്താവന ഇറക്കുന്നു. അങ്ങനെ വലിയ ഒരു ആശങ്കയുടെ മുൾമുനയിലേക്ക് മധ്യപ്രദേശിലെ കോൺഗ്രസ് സർക്കാരിനെ ചെന്നെത്തിക്കുന്നു. പക്ഷേ ആദ്യ നിമിഷം ഒന്ന് പകച്ചുപോയെങ്കിലും പിന്നീട് രണ്ടും കൽപ്പിച്ച് ഭരണം തിരിച്ചു പിടിച്ചേ മതിയാകൂ എന്നുള്ള ധാർഷ്ട്യത്തോടു കൂടി തന്നെ, ജ്യോതിരാദിത്യക്ക് ധാർഷ്ട്യമുണ്ടെങ്കിൽ അതേ ധാർഷ്ട്യം ഞങ്ങൾക്കുമുണ്ട് എന്ന് കാണിച്ചു കൊടുത്ത് ദിഗ്വിജയ് സിംഗും കമൽനാഥും പോരാട്ടക്കളരിയിലേക്ക് ഇറങ്ങുന്നു. സിന്ധ്യയുടെ കീഴിലുള്ള ജ്യോതിരാദിത്യ സിന്ധ്യ ബംഗളൂരുവിലെ റിസോർട്ടിൽ പാർപ്പിച്ചിരിക്കുന്ന MLA-മാരുമായി ബന്ധപ്പെടുന്നു. ആ MLA-മാരോട് വളരെ വ്യക്തമായി കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ 12 MLA-മാർ പറയുന്നു, മഹാരാജ അഥവാ ജ്യോതിരാദിത്യ സിന്ധ്യ ഞങ്ങളോട് പറഞ്ഞത് മറ്റൊരു കാര്യമായിരുന്നു. നമുക്ക് തൽക്കാലം കമൽനാഥിനെയും മറ്റുള്ളവരെയും ഒന്ന് പേടിപ്പിച്ചേക്കാം എന്നുള്ള രീതിയിൽ തന്നെയാണ് ഞങ്ങളെ ഈ റിസോർട്ടിലേക്ക് കൊണ്ടുവന്നത്. ഞങ്ങൾ ഒരിക്കലും BJP-യിൽ ചേരാൻ തയ്യാറല്ല. കാരണം ഞങ്ങളെ വളർത്തി വലുതാക്കിയത് കോൺഗ്രസ് എന്ന മഹാപ്രസ്ഥാനമാണ്. അതിനാൽ ഞങ്ങൾ 12 പേർ ഒരു കാരണവശാലും BJP-യിലേക്ക് പോവില്ല എന്ന് പറയുമ്പോൾ മധ്യപ്രദേശിലെ കമൽനാഥ് സർക്കാരിന് ഒരു പുതിയ ഉണർവ് ലഭിച്ചിരിക്കുന്നു. ഭരണം താഴേക്ക് പോകില്ല എന്ന തിരിച്ചറിവ് BJP-യിലേക്കും എത്തി നിൽക്കുന്നു. സിന്ധ്യ BJP-യിലേക്ക് പോയത് കൊണ്ട് ഒരു സംസ്ഥാനത്തിൻ്റെ ഭരണം തകർന്നു പോവില്ല എന്ന നിശ്ചയദാർഢ്യം BJP-ക്ക് മുന്നിൽ വലിയ വെല്ലുവിളിയായി നിൽക്കുമ്പോൾ എന്തു ചെയ്യണമെന്നറിയാതെ പരാക്രമം നടത്തുകയാണ് മധ്യപ്രദേശിൽ BJP. ഈ നിമിഷം വരെ നമുക്ക് ലഭിച്ച വാർത്ത ഇതാണ്. 12 പേർ കോൺഗ്രസിനോടൊപ്പം കട്ടക്ക് കൂടെ നിൽക്കുമ്പോൾ മറ്റുള്ളവരും വരുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് കമൽനാഥും ദിഗ്വിജയ് സിംഗും. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള. ഐവാ സിൽക്സ്, കാസർഗോഡ്, കാഞ്ഞങ്ങാട്, മാംഗ്ലൂർ.